ഹായ്. പരിശുദ്ധ അമ്മേനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാല എത്തിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. ജപമാല എത്തിച്ച് നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു അഭിഷേകം എന്നിൽ വന്ന് നിറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പണ്ടൊക്കെ. ഇതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായി. ഈ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ എലിസബത്തിനെ സന്ദർശിക്കുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് നിറഞ്ഞു. അതുപോലെ തന്നെ ഈ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, അവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു, എല്ലാവരിലും നിറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സഹോദരൻ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ഈ പ്രാർത്ഥന എത്തിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിന് നിറവിനായിട്ട് നമുക്കൊന്ന് ദാഹിക്കാം. അപ്പോൾ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാം. അമ്മയോടൊത്ത് ദൈവത്തെ ആരാധിക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.